ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള രാത്രി വരെയുള്ള വിശേഷങ്ങളാണ്. പക്ഷെ അതിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല, കുറച്ചൊക്കെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ എന്താ പറയുക, മക്കൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ബറാത്ത നോമ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരിക്കൽ ഇന്ന് സ്കൂളും ഇല്ലല്ലോ, അപ്പോൾ ഒരിക്കൽ രണ്ടുപേർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ അയനക്കുട്ടി രണ്ടുപേരും എണീച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂളും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഇന്ന് എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലുള്ള ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടാകുന്നു കേട്ടോ. ഞാൻ എപ്പോൾ ദോശമാവിന് കൂട്ടി വെക്കുമ്പോൾ കുറച്ചധികം തന്നെ ഇതാക്കാറുണ്ട്, കാരണം ഒരു പിടിയൊന്നും അരച്ചാലും നമുക്കത് ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റത്തെ ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതാ ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ ഞാൻ അവിടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫാക്കിക്കണോ എന്നുള്ള ഓർമ്മയിലാണ് കേട്ടോ ഈ നിൽക്കുന്നത്. പിന്നെ അപ്പം ചുട്ട് എടുക്കുന്ന ടൈമിലാണ് ഗ്യാസ് ഓഫാക്കാത്തത് ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാനത് ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കത്തി കൊണ്ട് എന്താ അപ്പം എടുക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ കലക്കിപ്പാർന്ന അപ്പല്ലേ, അത് ചട്ടകം കൊണ്ട് എടുക്കുന്നതിനേക്കാളും ഏറ്റവും ഉപകാരം കത്തി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടും കേട്ടോ കത്തി വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ അപ്പൊക്കെ ചുട്ടുങ്ങാണ്ട് ഒരുക്ക് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു 2 ദിവസമായിട്ടുണ്ടാവും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട്, കാരണം ഉള്ളിലത്തെ പണികൾ നിങ്ങൾ കണ്ടിരുന്നതല്ലേ. 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് ഉള്ളിൽ ഇഷ്ടംപോലെ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നൊരു ദിവസം റെസ്റ്റ് ആയിക്കോട്ടെ അല്ലേ. സത്യം പറഞ്ഞാൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ ഇന്ന് ഇവൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. പിന്നെ അയാനക്കുട്ടീൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി വന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ, നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും. പക്ഷേ ഉച്ചക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2-3 ദിവസം അടുപ്പിച്ച് ഒരു റെസ്റ്റും ഇല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇന്ന് മേലുവേദനയും ആകെപ്പാടൊരു ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ നനച്ചുള്ളിപ്പണിയൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇളയച്ചൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് സ്കൂളിലോട്ട്. അവർക്കൊരു എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഫൈനൽ എക്സാമിൻ്റെ ഉള്ളിൽ അവർക്കൊരു എക്സാമും കൂടെ ഉണ്ടാകും, ഒരു മോഡൽ പോലെ. അപ്പോൾ അതിൻ്റെ എക്സാം പേപ്പർ നമ്മൾ ചെന്നാലേ കിട്ടുള്ളൂ കേട്ടോ. പാരൻസ് ചെല്ലണം, എന്നിട്ട് അവരുടെ കയ്യിലാണ് എക്സാം പേപ്പർ തരിക. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നിക്കുകയാണ്. എന്തായാലും മാഷാല്ലാ ഇവക്ക് എല്ലാത്തിലും ഫുള്ള് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. ഇവ അങ്ങനെ വീട്ടിൽ വന്നെങ്ങാണ്ട് ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ ഒരു ടൈപ്പല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവാൻ്റെ മിസ്സ്. ആൾ സ്കൂളിൽ നിന്ന് ടീച്ചർ എപ്പോഴും പറയും അടിപൊളിയാണ്, എന്ത് കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ സ്കൂളിൽ ഇരുന്നെങ്ങാണ്ട് പഠിച്ചിട്ടുണ്ടാക്കണ മാർക്കാണ് കേട്ടോ. വീട്ടിൽ വന്നിരുന്നെങ്ങാണ്ട് അങ്ങനെ പഠിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല. ഞാനും തന്നെ ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ. അറിയാത്തത് ചോദിച്ചെങ്ങാണ്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ എന്താ പറയുക, വായിപ്പിക്കും. എഴുതാനുള്ളത് കംപ്ലീറ്റ് എഴുതി പറഞ്ഞയക്കും, ഹോംവർക്കുള്ളതൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അല്ലാണ്ട് വീട്ടിൽ വന്നിരുന്ന് അന്നന്ന് എടുക്കണത് അന്നന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ബുക്കും വായിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ. അവൾക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിച്ചിട്ടുള്ള മെമ്മറിയിൽ മാർക്ക് വാങ്ങുന്നതാണ്. അതുകൊണ്ട് എന്തായാലും മാഷാല്ലാ എല്ലാ എക്സാമിനും ആൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയായിരുന്നു എന്നുള്ളതുള്ളൂ. എനിക്കങ്ങനെ എല്ലാത്തിലും ഫുള്ള് വാങ്ങണം അങ്ങനെയുള്ളൊരു ആളൊന്നല്ല കേട്ടോ. അത്യാവശ്യം എഴുതാനും വായിക്കാനും എന്താ പറയുക കമ്മ്യൂണിക്കേഷനും ഒക്കെ അറിയണം. ഒന്നും അറിയാതിരിക്കരുത്, എല്ലാതും അറിയണം. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ 1-2 മാർക്ക് ഇനിയിപ്പോൾ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അത്യാവശ്യം എല്ലാതും അറിയണം. എനിക്ക് അതറിയൂല ഇതറിയൂല എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമല്ല കേട്ടോ. പിന്നെ അതുപോലെ പഠിപ്പിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും കായിക രംഗത്തെല്ലാത്തിലും എന്താ പറയുക ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും ഇനിയിപ്പോൾ പെയിൻറ്റിങ്, കളറിങ്, അതുപോലെ ആർട്സിന് എന്താ പറയുക ഡാൻസും പാട്ടും എല്ലാത്തിലും കൂടുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും കൂട്ടാറുമുണ്ട് കേട്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മൾ അയാനക്കുട്ടീൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയായിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മക്കൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ.
നമ്മൾ നോമ്പ് തുറയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആദ്യം അയാനക്കുട്ടി എണീച്ച് വന്നപ്പോൾ തന്നെ ഉച്ചക്ക് ഉറങ്ങി എണീച്ച് വന്നപ്പോൾ തന്നെ ജ്യൂസ് ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടാങ്ക് പൗഡർ ഇട്ടാന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് ആദ്യം തന്നെയാണ് ഉണ്ടാക്കി ഓൾക്കുള്ളത് കൊടുത്ത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതാ തലേ ദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ അന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക വേസ്റ്റ് ആവും. അപ്പോൾ ആ പാകത്തിന് ഉണ്ടാക്കി ഇന്നലെ അങ്ങനെ കഴിച്ചു. പിന്നെ ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് ബാക്കി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് കാക്കും കൂടെ വരും കേട്ടോ. അപ്പോൾ കാക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പം, നെയ്യപ്പം, പൂവട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും കഴിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഉണ്ണിയപ്പം തന്നെ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ണിയപ്പവും അതുപോലെ ജ്യൂസും ഒക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആക്കാൻ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഉണ്ണിയപ്പം ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായത് ഓരോന്നായിട്ട് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇന്നലത്തെ വീഡിയോക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന സ്വഭാവമൊക്കെ എൻ്റെ പോലെ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വിചാരം അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിരുന്നത്. പക്ഷേ ഇങ്ങൾക്കും ഉണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അതൊട്ടുമിക്ക ആൾക്കാർക്കുള്ള ക്യാരക്ടർ തന്നെ ആയിരിക്കും അല്ലേ. എനിക്കും ആ സ്വഭാവമുണ്ട്, ഇന്നെപ്പോലെ വേറെ ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ അതാ ഉണ്ണിയപ്പം ചുടൽ കഴിഞ്ഞപ്പോൾ ഞാനിതാ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക്. പിന്നെ അതപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെമ്പല്ലി മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, മീൻ ഇനിയിപ്പോൾ പൊരിക്കുകയാണെങ്കിൽ പിന്നെ ചോറ് വെക്കണം, കറി വെക്കണം, ഉപ്പേരി വേണം, മീൻ പൊരിച്ചത് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ചെമ്പല്ലി മീൻ കൊണ്ട് അങ്ങ് ബിരിയാണി ആക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാക്കാൻ വേണ്ടിയിട്ട് ഇതാ എന്താ പറയുക, എന്നാൽ പിന്നെ ഒറ്റ ട്രിപ്പിന് പണി ചെയ്യുമല്ലോ ബിരിയാണി ആകുമ്പോൾ. അല്ല ചോറും കറി ആകുമ്പോൾ ചോറും കറി ഉപ്പേരി മീനും ഒക്കെ കൂടെ ആക്കണ്ടേ. അപ്പോൾ വേഗം ഉണ്ടല്ലോ പണിക്ക് എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ചെറുതാക്കി കട്ടാക്കിയിട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെമ്പല്ലി മീൻ കൊണ്ട് ബിരിയാണി വെക്കുമോ, അതിന് ഐക്കോറയും നെയ്മീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ വേണ്ടിയെന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ അയല വെച്ചിട്ട് അതുപോലെ നത്തൾ നമ്മൾ പറയട്ടെ നത്തോലി വെച്ചിട്ട് ഒക്കെ ബിരിയാണി ആക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ കൂടിയും. അതുപോലെ ഓരോരുത്തർ പറയണൊക്കെ കേട്ടിട്ടുണ്ട്. ഇതും നല്ല എന്താ പറയുക, നല്ല കഷ്ണമുള്ള അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനല്ലേ. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീൻ ഇങ്ങനെ നല്ല എന്താ പറയുക കഷ്ണം പോലെയുള്ള മീനുകൊണ്ടൊക്കെ ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും വെക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാകും. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. ബിരിയാണി കാക്കൂന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എവിടെ പോയാലും അധികം നമുക്ക് കിട്ടുന്നത് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയൊക്കെ അല്ലേ. പക്ഷേ ഫിഷ് ബിരിയാണി അങ്ങനെ എപ്പോഴും കിട്ടാറില്ലല്ലോ. അപ്പോൾ കാക്കൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫിഷ് ബിരിയാണി എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിലത്തെ വോയിസ് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് ഇപ്പച്ചിയും മകളും പാടമുള്ള വർത്താനാണ് കേട്ടോ. രണ്ടാളെയും വർത്താനം അങ്ങനെ കേൾക്കുന്നത്. ഇനിയിപ്പോൾ അതാ മീനിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ മുളക് പൊടി ഉപ്പ് എത്ര ഇട്ട് കൊടുത്തെങ്ങാണ്ട് ഒന്ന് മസാല തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മുളകും പൊടി പാക്കറ്റിൽ നിന്ന് കുപ്പിക്ക് ഇട്ട് കൊടുക്കണം കണ്ടിട്ട് മുളകും പൊടി പാക്കറ്റാണോ വാങ്ങിക്കാറ് പൊടിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കുപ്പിയിലുള്ളത് പൊടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ആ പാക്കറ്റ് ഞാൻ പൊടിപ്പിക്കുന്നതിന് മുമ്പ് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ബാലൻസ് ഉള്ളത് ഞാൻ ആ കുപ്പിക്ക് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക മഞ്ഞളും മല്ലിയും ഒക്കെ പൊടിപ്പിച്ചതാണ് കേട്ടോ, മുളകൊക്കെ. ഇനിയിപ്പോൾ അതാ എന്താ പറയുക മസാല ഞാൻ കുക്കറിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് വലിയുള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി മുളക് പൊടി, പിന്നെ അതാ കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി. തൈര് ഒഴിക്കൂല കേട്ടോ. ഈ മീനും തൈരും ഒന്നിച്ച് കഴിക്കാൻ പറ്റൂല എന്ന് പറയുന്നേക്കാം. അത് കാരണം ഞാൻ മീൻ ബിരിയാണി വെക്കുമ്പോൾ തൈര് ഒഴിക്കൂല കേട്ടോ, സുർക്കയാണ് ഒഴിക്കാറ്. അപ്പോൾ അതാ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതി കേട്ടോ. എല്ലാ മീനിലും നാരങ്ങ പറ്റൂല കേട്ടോ. ഈ ചെമ്മീൻ അതൊന്നും എന്താ പറയുക നാരങ്ങ പറ്റൂല എന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലം അത് രണ്ടും പാടെ ചേരൂല എന്ന് തോന്നുന്നുണ്ട്. ചേരാത്ത ചില സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേരൂല എന്ന് തോന്നുന്നുണ്ട് പറയുന്നത് കേൾക്കാം കേട്ടോ.
ഇനിയിപ്പോൾ അതാ മീൻ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഭാഗം വെന്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് മസാല ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വലിയ കുക്കർ കിടന്ന് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒറ്റയടിക്ക് ദം ചെയ്തെടുത്താൽ മതി, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി കുക്കർ നേരാക്കുകയാണെങ്കിൽ ഞാൻ കുക്കറിലുള്ള മന്തി ഉണ്ടാക്കുന്നതും ബിരിയാണി ആക്കുന്നതൊക്കെ ഇനി വീഡിയോ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ അരി ഒന്ന് അളന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും ഞാൻ അരി ഊറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കാൻ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാമെന്ന്. എപ്പോൾ ബിരിയാണി വെക്കുമ്പോഴും ഞാൻ ഊറ്റാറാണ്. ഇന്ന് ഞാൻ വറ്റിച്ചാന്ന് വിചാരിച്ചിട്ട് വറ്റിച്ചാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അളന്ന് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് മീൻ ഇവിടെ പൊരിച്ച് വന്നപ്പോൾ ഞാൻ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയെന്ന്. കുറച്ച് എണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്, ഒരുപാട് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നില്ല. ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എണ്ണ അധികമായാലും അത് ഞാൻ പിന്നെയും എന്തിനെങ്കിലും ഉപ്പേരി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാറുണ്ട്. പക്ഷെ അതുപോലെയല്ല മീൻ അങ്ങനെ പൊരിച്ചതിൻ്റെ എണ്ണ മീൻ പൊരിക്കാൻ തന്നെ എടുക്കാറുള്ളൂ കേട്ടോ. അത് വേറെ ഉപ്പേരി തോന്നിക്കാനോ കാര്യങ്ങൾക്കൊന്നും അത് സെറ്റാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് മീൻ പൊരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ വെള്ളം വെച്ച് മസാല വന്നപ്പോൾ ആ കുക്കർ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടതുകൾ ഇതൊന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോ ബോട്ടിലാക്കി വെക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഒക്കെ കൂടെ ഞാൻ ആ ഒരു കുപ്പിയിലാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഏലക്കായും ഗ്രാമ്പും കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ വാങ്ങിച്ചത്. അപ്പോൾ അത് രണ്ടും ഞാൻ വേറെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗരം മസാല ഉണ്ടാക്കിയതില്ല, അത് കുറച്ച് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റമദാൻ്റെ പ്രിപ്പറേഷൻ വ്ളോഗ് ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുണ്ട്. റമദാനിന് മുമ്പേ നമുക്ക് കുറച്ച് മുന്നൊരുക്കങ്ങളായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും റീസ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമല്ലോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ക്യാരറ്റ് ഉണ്ടായത് കാരണം ഒരു ക്യാരറ്റും കൂടെ ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ആർഭാടായിട്ട് ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ ബിരിയാണിയിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ കിട്ടുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. ഈ കുട്ടികളെ പോലെ ഈ മന്തി റൈസൊക്കെ ഉണ്ടാവില്ല, അതിലൊന്നും അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെയാണ് കേട്ടോ എനിക്ക് എപ്പോഴും ബിരിയാണി ആണെങ്കിലും ഇഷ്ടം. കുട്ടികളുടെ പോലെ ഞാനൊക്കെ പെറുക്കി ഇങ്ങനെ എൻ്റെ അമ്മറി കരയെ തേറ്റി വെച്ചിക്കണമെന്ന് അറിയും. കാരണം പാത്രത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു തല മുതൽ ഒരു തല വരെ ചിത്രം വരച്ചിലോരി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഉള്ളിയാണെങ്കിലും അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും പിന്നെ മല്ലിച്ചപ്പ് ഗ്രാമ്പു പട്ട അതൊക്കെ ഞാനൊരു തല മുതൽ ഒരു തല വരെ ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ടുണ്ടാവും പ്ലേറ്റിൻ്റെ. എന്നിട്ട് എൻ്റെ അമ്മ പറയുന്നതാണ് കരയെ തേറ്റി വെച്ചിക്കണമൊക്കെ എന്ന് പറയും. അങ്ങനെ ഒന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ചോറിൽ. പ്ലെയിൻ റൈസാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നെയ്ച്ചോറ് വെക്കണം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുറച്ച് വെച്ച് അങ്ങനെ ശീലമായി. ആദ്യമൊക്കെ ഞാൻ എന്താ കാട്ടിയിരുന്നത് അറിയോ, ഇങ്ങനെ വെള്ളം എനിക്കങ്ങനെ അളവ് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഒരു മൊത്തക്കണക്കിന് ഞാൻ ഏകദേശം നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കണം ആ പാത്രത്തിൽ 1 കപ്പിന് 1.25 കപ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അഥവാ ചില അരിക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, അഥവാ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഞാൻ അവിടെ ചൂടാക്കി വെക്കും. എന്നിട്ട് ഈ കുറവാണെന്ന് തോന്നുന്ന ടൈമിൽ ആ വെള്ളം കുറച്ച് അങ്ങനെ ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് ഒരു ഏകദേശ കണക്കൊക്കെ അറിയാം. അളന്നെങ്ങാണ്ട് ആ ഒരളവിന് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അല്ലെങ്കിൽ ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ മീൻ ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാലയിലേക്ക് ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുത്തി ഉടക്കരുത് കേട്ടോ, ചിക്കൻ്റെ പോലെ അല്ലല്ലോ, മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ആ മസാല ഒന്ന് കോട്ടായി വരുന്ന ആ ഒരു രൂപത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ചോറ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദം ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി അടിയിൽ കുറച്ച് ചോറിട്ട് അതിൻ്റെ നടുക്ക് മസാല ഇട്ട് പിന്നെ ബാക്കി ചോറ് മുകളിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടി തന്നെ അങ്ങ് ദം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അടിയത്തെ ലെയറൊന്ന് സെറ്റാക്കി വെച്ചെടുത്തിട്ട് പിന്നെ ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. മല്ലിച്ചപ്പും പുതിനയൊന്നും ഞാൻ ആ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ മസാല മുഴുവനും നമ്മൾ കുക്കറിൽ നിന്ന്
ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ അധികം പണി ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. മീൻ വെച്ചിട്ട് നമുക്ക് ഏത് മീനാണെങ്കിലും മുള്ളധികം അല്ലാത്ത മീൻ കേട്ടോ. കാരണം മക്കൾക്ക് കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ആവരുത്. മുള്ളധികം അല്ലാത്ത ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമ്പ് തുറക്ക് എന്തായാലും എന്താ പറയുക, ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അതേ പറഞ്ഞു ഒരുപാട് അങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസ് അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മീൻ പൊരിച്ച ആ ഒരു എണ്ണ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ അങ്ങ് തൂവി കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ വേറെ എക്സ്ട്രാ എണ്ണ ഒഴിച്ചേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരെണ്ണ അങ്ങ് കഴിയുകയും ചെയ്തോളും. ആ റൈസിലാവുമ്പോൾ ആ എണ്ണ പാരുമ്പോൾ അത്ര കുഴപ്പമൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുകയെന്ന്. മല്ലിയിൽ അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഗ്യാസും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുകയെന്ന് കേട്ടോ. അതൊക്കെ ആ ചൂടോടുകൂടി അങ്ങ് ചെയ്താൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളും അതുപോലെ തന്നെ വീതനയും ഒക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ആ തിന്നതാണ് എന്താ പറയുക സുഖമില്ലാതാവും എന്ന് പറയില്ലേ. പിന്നെ അടുക്കളയ്ക്ക് വരുമ്പോൾ അപ്പോൾ കഴിക്കാൻ നിൽക്കുന്നതിന് മുമ്പേ അടുക്കള അങ്ങ് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ചറിയില്ലേ, ആ ഒരവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കളയൊക്കെ ക്ലീനാക്കി അല്ലാതെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ വെണ്ടത്തയ്യനും അതുപോലെ കറുകത്തിനും ഒക്കെ ഒന്ന് മുളകും തയ്യൽക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. മുറ്റത്തേക്ക് ഏകദേശം ഇപ്പോൾ ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് നനച്ച് എന്താ പറയുക സെറ്റാക്കിയിട്ട് പിന്നെ ഇനി അകത്തേക്ക് കയറാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവരുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 11-ാം തീയതിയോ എന്നോ. അപ്പോൾ മോൾക്കൊന്ന് വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷ എന്നാണ് കേട്ടോ മോളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ. എനിക്കങ്ങനെ എന്താ പറയുക എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വെയ്ക്കണ പോലൊരു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രാമത്തെ ബർത്ത്ഡേ ഒന്നും അറിയൂല. എന്തായാലും ഇൻഷ മോൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ മക്കൾ ഞാനിവിടെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും ഇവിടെ വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർക്ക് അങ്ങ് വിളമ്പി കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഉണ്ണിയപ്പം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ചോറും ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കൂട്ടി നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.